ക്രിക്കറ്റ് പ്രേമികളെ ഏറെ ആവേശം കൊള്ളിച്ച IPL 2026 സീസണ് തിരശ്ശീല വീണിരിക്കുകയാണ്. നിരവധി റെക്കോർഡുകൾ പിറന്ന ഈ സീസണിൽ പുത്തൻ താരോദയങ്ങൾക്കൊപ്പം ചില താരങ്ങളുടെ അസ്തമയവും നാം കണ്ടിരിക്കുകയാണ്. സീസണിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ESPN ക്രിക്കറ്റ് ഇൻഫോ തെരഞ്ഞെടുത്ത ടീം ഓഫ് ദി ടൂർണമെൻറ്റിനെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ചാമ്പ്യന്മാരായ RCBയുടെ 4-ഉം ഹൈദരാബാദിൻ്റെ 4 താരങ്ങൾ വീതം ഈ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാൻ്റെ 2 പേരും ഗുജറാത്തിൻ്റെയും കൊൽക്കത്തയുടെയും ഒരാൾ വീതവുമാണ് ടീമിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. എന്നാൽ മുംബൈ, ചെന്നൈ, ലക്നൗ, പഞ്ചാബ്, ഡൽഹി എന്നീ ടീമുകളിൽ നിന്ന് ആർക്കും ടീമിലെത്താൻ കഴിഞ്ഞില്ല. കിരീട ജേതാക്കളായ RCBയുടെ രജത് പടിദാറാണ് ടീമിൻ്റെ നായകൻ. വൈഭവ് സൂര്യവംശിയും വിരാട് കോഹ്ലിയുമാണ് ഓപ്പണേഴ്സ്. രാജസ്ഥാനായി 16 മത്സരത്തിൽ നിന്നും 237.30 സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയ വൈഭവ് തൻ്റെ പ്രതിഭ ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുത്ത സീസണായിരുന്നു ഇത്. 5 അർദ്ധ സെഞ്ചുറിയും 1 സെഞ്ചുറിയും നേടിയ സൂര്യവംശി 63 ബൗണ്ടറിയും 72 സിക്സുമാണ് നേടിയത്. മറ്റൊരു ഓപ്പണർ കിങ് കോഹ്ലിയാണ്. 675 റൺസുമായി റൺവേട്ടക്കാരിൽ 4-ാം സ്ഥാനത്തുള്ള കോഹ്ലി പ്രായം തളർത്താത്ത പോരാളിയായി തുടർച്ചയായി 4-ാം സീസണിലും 600+ സ്കോർ ചെയ്ത് ക്രിക്കറ്റ് പ്രേമികളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ഡൗണായി എത്തുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനാണ്. 182.42 സ്ട്രൈക്ക് റേറ്റിൽ 6 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 602 റൺസ് നേടി റൺവേട്ടക്കാരിൽ 6-ാമതാണ് കിഷൻ. 4-ാം നമ്പറിലെത്തുന്ന ക്യാപ്റ്റൻ രജത് പടിദാറാണ്. ധോണിക്കും രോഹിത്തിനും ശേഷം തുടർച്ചയായി 2 തവണ IPL കിരീടം നേടുന്ന ക്യാപ്റ്റനായി രജത് മാറി. 30 ഫോറും 42 സിക്സും പടിദാർ സീസണിൽ അടിച്ചുകൂട്ടിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മയും സൂര്യവംശിയും മാത്രമാണ് സിക്സറിൻ്റെ എണ്ണത്തിൽ പടിദാറിനേക്കാൾ കൂടുതലുള്ളവർ. തുടർന്നെത്തുന്നത് സൺറൈസേഴ്സിൻ്റെ ക്ലാസനാണ്. 160 സ്ട്രൈക്ക് റേറ്റിൽ 624 റൺസ് നേടിയ ക്ലാസൻ റൺവേട്ടക്കാരിൽ 5-ാമനാണ്. അടുത്തതായി ഹൈദരാബാദിൻ്റെ തന്നെ ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിയാണ്. 302 റൺസും 8 വിക്കറ്റും നേടിയ നിതീഷ് പല മത്സരങ്ങളിലും നിർണായക സംഭാവന ടീമിന് നൽകിയിരുന്നു. RCBയുടെ ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യയാണ് തുടർന്നെത്തുന്ന താരം. 226 റൺസും 14 വിക്കറ്റും നേടിയ പാണ്ഡ്യ വെറും 9 തവണ മാത്രമേ ബാറ്റ് ചെയ്തുള്ളൂ എങ്കിലും ശരാശരി 3 ഓവർ വീതം എല്ലാ മത്സരങ്ങളിലും എറിഞ്ഞിരുന്നു. നമ്പർ 5 റോളിലും പാണ്ഡ്യ RCBക്കായി തിളങ്ങിയിരുന്നു. KKRൻ്റെ സുനിൽ നരൈനാണ് ടീമിലെ മറ്റൊരു സ്പിന്നർ. ഇത്തവണ 13 മത്സരങ്ങളിൽ നിന്നും 6.64 ഇക്കോണമിയിൽ 15 വിക്കറ്റ് നേടിയ നരൈൻ്റെ മികവിലായിരുന്നു കൊൽക്കത്ത അവസാന നിമിഷം വരെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തിയത്. രാജസ്ഥാൻ്റെ എക്സ്പ്രസ് പേസർ ജോഫ്ര ആർച്ചറാണ് പേസ് ബൗളിംഗ് നിരയിലെ മുൻനിര താരം. ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും തുടങ്ങിയ ആർച്ചർ 16 മത്സരത്തിൽ നിന്നും 25 വിക്കറ്റുകളാണ് നേടിയിരുന്നത്. 16 മത്സരത്തിൽ നിന്നും 28 വിക്കറ്റ് നേടി RCBയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഭുവനേശ്വർ കുമാർ ടൂർണമെൻറ്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 2-ാമനാണ്. പവർ പ്ലേയിൽ 7 റൺസിൽ താഴെ വിട്ടുകൊടുത്ത് 17 വിക്കറ്റുകളാണ് ഭുവി നേടിയത്. ടൂർണമെൻറ്റിലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായ റബാദയുടെ ഉജ്ജ്വല പ്രകടനം ഗുജറാത്തിനെ ഫൈനലിലെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. 17 മത്സരത്തിൽ നിന്നും 29 വിക്കറ്റുകളായിരുന്നു റബാദ നേടിയത്. 5 തവണ 3 വിക്കറ്റ് നേട്ടം കൈവരിക്കാനും കഴിഞ്ഞു. ടീമിലെ 12-ാമൻ ഹൈദരാബാദിൻ്റെ 21-കാരൻ സാക്കിബ് ഹുസൈനാണ്. 11 മത്സരത്തിൽ നിന്നും 15 വിക്കറ്റാണ് സാക്കിബ് തൻ്റെ ആദ്യ സീസണിൽ തന്നെ നേടിയത്. ഈ സീസണിൽ സാക്കിബ് എറിഞ്ഞ 42 ഓവറിൽ 19 എണ്ണവും മത്സരത്തിലെ 15 ഓവർ മുതലായിരുന്നു. എന്നിട്ടും തൻ്റെ ഇക്കോണമി 9.45-ൽ സൂക്ഷിക്കാൻ പറ്റിയത് തികച്ചും അത്ഭുതാവഹം തന്നെയാണ്. ഈ സീസണിലെ താരോദയങ്ങളിലൊന്ന് സാക്കിബ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ, KL രാഹുൽ, മിച്ചൽ മാർഷ്, ശ്രേയസ് അയ്യർ, റാഷിദ് ഖാൻ, അൻഷുൽ കമ്പോജ്, ഇഷാൻ മലിംഗ, മുഹമ്മദ് സിറാജ് തുടങ്ങിയവർക്കെല്ലാം മികച്ച IPL സീസണായിരുന്നുവെങ്കിലും ഈ ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.